കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ നക്ഷത്രക്കാരുടെ ജീവിതം നേരെ പോകുന്ന ഒരു രേഖയല്ല, മറിച്ച് ഉയർച്ചയും താഴ്ചയും നിറഞ്ഞ ഒരു ദീർഘയാത്രയാണ്. ഞാൻ വർഷങ്ങളായി ജാതകങ്ങൾ പരിശോധിച്ചിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, കാർത്തിക നക്ഷത്രക്കാർ ചെറുപ്പം മുതൽ തന്നെ ഉള്ളിൽ ഒരു പോരാട്ടം അനുഭവിക്കുന്നവരാണ്. പുറത്തേക്ക് അവർ ശക്തരായി തോന്നും, ആത്മവിശ്വാസം കാണിക്കും. പക്ഷേ ഉള്ളിൽ അവർക്കൊരിക്കലും ഒരു സമ്പൂർണ്ണ സമാധാനം ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, എപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് എന്നതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് അവരുടെ ജീവിതം ദശകളിലൂടെ വളരെ ആഴത്തിൽ നോക്കണം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, കാർത്തിക നക്ഷത്രം രണ്ട് സ്വഭാവങ്ങളിലായി നിലകൊള്ളുന്നു എന്നതാണ്: മേടം ഭാഗവും ഇടവം ഭാഗവും. മേടം കാർത്തികക്കാർ അഗ്നി സ്വഭാവമുള്ളവരാണ്. അവർ വേഗത്തിൽ ചിന്തിക്കും, വേഗത്തിൽ പ്രതികരിക്കും, ചിലപ്പോൾ ആലോചിക്കാതെ മുന്നോട്ടു പോകും. ഇവർക്ക് കാത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇടവം കാർത്തികക്കാർ ഭൂസ്വഭാവമുള്ളവരാണ്. അവർ ശാന്തമായി ചിന്തിക്കും, സമയമെടുത്ത് മുന്നോട്ടു പോകും. പക്ഷേ ഒരിക്കൽ തീരുമാനിച്ചാൽ അത് മാറ്റില്ല. ഈ രണ്ട് സ്വഭാവങ്ങളും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ ദശയിലും വളരെ വ്യക്തമായി പ്രകടമാകും. മേടം ഭാഗം സൂര്യന്റെ അഗ്നിശക്തിയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് പ്രവർത്തനം, വേഗം, അഹങ്കാരം, മുന്നേറ്റം. ഇടവം ഭാഗം ശുക്രന്റെ സ്വഭാവത്തിലാണ്. അതായത് സുഖം, സൗന്ദര്യം, ആസ്വാദനം, ബന്ധങ്ങൾ, സ്ഥിരത. ഈ രണ്ട് സ്വഭാവങ്ങളും ഒരേ നക്ഷത്രത്തിനുള്ളിൽ ഉണ്ടാകുമ്പോൾ ജീവിതം വളരെ സങ്കീർണമാകും. കാരണം പുറത്ത് ഒരു രീതിയിലും ഉള്ളിൽ മറ്റൊരു രീതിയിലും ഇവർ ജീവിക്കുന്നു. സൂര്യദശയിൽ ജനിക്കുന്നതിനാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ബാല്യത്തിൽ തന്നെ ഒരു ശക്തമായ വ്യക്തിത്വം കാണാം. പക്ഷേ ഇവിടെ തന്നെ വ്യത്യാസം തുടങ്ങുന്നു. മേടം കാർത്തികക്കാർക്ക് സൂര്യന്റെ അഗ്നി വളരെ ശക്തമായി പ്രകടമാകും. അവർ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ആരുടെയും കീഴിൽ നിൽക്കേണ്ടതില്ല എന്നൊരു മനോഭാവം കാണിക്കും. അവർക്ക് സ്വാതന്ത്ര്യം വേണം, അവർക്ക് പറയുന്നത് കേൾക്കണം എന്നൊരു സ്വഭാവമുണ്ടാകും. ഇത് പലപ്പോഴും മാതാപിതാക്കളുമായി തർക്കങ്ങളുണ്ടാക്കാൻ കാരണമാകും. അവർക്ക് അധികാരം എളുപ്പത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. അവർക്ക് സ്വന്തം രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. ഇടവം കാർത്തികക്കാർക്ക് ഇതേ സൂര്യശക്തി ശുക്രന്റെ സ്വഭാവത്തോടൊപ്പം കലർന്നിരിക്കും. അതുകൊണ്ട് അവർ പുറത്ത് വളരെ ശാന്തരായിരിക്കും. അവർക്ക് ആഡംബര ജീവിതം ഇഷ്ടമാണ്. നല്ല വസ്ത്രം, നല്ല ജീവിതം, സൗകര്യം, ഇവയിലേക്ക് അവരുടെ മനസ്സ് പോകും. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു മൗനമായ അഭിമാനമുണ്ടാകും. അവർ നേരിട്ട് എതിർക്കില്ല, പക്ഷേ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ശാന്തമായി നിരസിക്കും. അവർക്ക് അവരുടെ സുഖപരിധി വളരെ പ്രധാനമാണ്. അവർക്ക് ജീവിതം സുരക്ഷിതമായിരിക്കണം. സൂര്യദശയിൽ വിദ്യാഭ്യാസത്തിൽ മേടം കാർത്തികക്കാർക്ക് ബുദ്ധിശക്തിയുണ്ടാകും. പക്ഷേ അവർക്ക് ശാസനം കുറവായിരിക്കും. ഒരേ കാര്യത്തിൽ സ്ഥിരമായി തുടരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇടവം കാർത്തികക്കാർക്ക് ശാസനമുണ്ടാകും. പക്ഷേ അവർക്ക് പ്രേരണ കുറവായിരിക്കും. ഇതെനിക്ക് സുഖം തരുന്നുണ്ടോ എന്നതാണ് അവരുടെ പ്രധാന ചോദ്യമായി മാറുന്നത്. അതിനാൽ അവർക്ക് ശ്രമം തുടങ്ങാൻ സമയമെടുക്കും. സൂര്യദശയിൽ ബാല്യകാലം കടന്നുപോകുമ്പോൾ ഈ കുട്ടികളിൽ ഒരു പ്രത്യേക ആത്മാഭിമാനം കാണാം. ചെറിയ കാര്യങ്ങളിലും ഞാൻ പറയുന്നതാണ് ശരി എന്നൊരു ഉറച്ച നിലപാട് ഇവർക്കുണ്ടാകും. മേടം കാർത്തികക്കാർക്ക് ഇത് വളരെ തുറന്ന രീതിയിൽ കാണാം. അവർ ഉടൻ പ്രതികരിക്കും. കാത്തിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നിയന്ത്രണം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കും. മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരത് ചോദ്യം ചെയ്യാൻ ശ്രമിക്കും. ഇത് ചിലപ്പോൾ ഈ കുട്ടി വളരെ കടുപ്പമാണ് എന്ന തോന്നലുണ്ടാക്കും. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്നാൽ ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരു ശക്തമായ ആത്മവിശ്വാസം വളരുകയാണ്. ഇടവം കാർത്തികക്കാർക്ക് ഇതേ സ്വഭാവം പുറത്ത് കാണിക്കാതെ ഉള്ളിൽ തന്നെയായിരിക്കും. അവർ അധികം സംസാരിക്കില്ല, ഉടൻ പ്രതികരിക്കില്ല. പക്ഷേ ഉള്ളിൽ ഒരു ഉറച്ച അഭിപ്രായമുണ്ടാകും. എന്താണ് ശരി എന്ന് അവർക്ക് വ്യക്തമായിരിക്കും. പക്ഷേ അത് പറയേണ്ടതില്ലെന്ന് അവർ കരുതും. അതുകൊണ്ട് ഇവരെ പലപ്പോഴും ശാന്തരാണ് എന്ന് ആളുകൾ കരുതും. പക്ഷേ അവർ ഉള്ളിൽ വളരെ ശക്തരാണ്. ഈ സൂര്യദശയിൽ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ ഒരു കൗതുകകരമായ രീതിയാണ് കാണുന്നത്. മേടം കാർത്തികക്കാർക്ക് വളരെ ബുദ്ധിശക്തിയുണ്ടാകും. പക്ഷേ ഓരോരേ വിഷയത്തിൽ നീണ്ട സമയമിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അവർക്ക് മാറ്റങ്ങൾ ഇഷ്ടമാണ്. അതുകൊണ്ട് ശ്രദ്ധക്കുറവ് അനുഭവപ്പെടാം. ഇടവം കാർത്തികക്കാർക്ക് ഇതിന്റെ വിപരീതമാണ്. അവർ കുറച്ച് മന്ദഗതിയിലായിരിക്കും. പക്ഷേ ഒരിക്കൽ പഠനം തുടങ്ങുമ്പോൾ അത് സ്ഥിരമായി മുന്നോട്ടു പോകും. അവർക്ക് ക്ഷമ കൂടുതലായിരിക്കും. ബന്ധങ്ങളിൽ സൂര്യദശയിൽ തന്നെ ഒരു വിത്ത് നട്ടുപിടിക്കുന്നു.
മേഡം കാർത്തികക്കാർക്ക് മേൽക്കോയ്മ കാണിക്കാൻ ഒരു പ്രവണത ഉണ്ടാകും. അവരുടെ അഭിപ്രായം അംഗീകരിക്കപ്പെടണം എന്ന ആഗ്രഹം ശക്തമായിരിക്കും. ഇടവം കാർത്തികക്കാർക്ക് അടുപ്പം പതുക്കെ വളരും. പക്ഷെ അവർക്ക് നിയന്ത്രണം നിശബ്ദമായി നിലനിർത്താൻ ഇഷ്ടമുണ്ടാകും. ഈ രണ്ട് സ്വഭാവങ്ങളും പിന്നീട് വിവാഹജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. ഇപ്പോൾ ചന്ദ്രദശയിലേക്ക് കടക്കുമ്പോൾ ഇവിടെ നിന്നാണ് ജീവിതത്തിൽ മാറ്റം ആരംഭിക്കുന്നത്. സൂര്യൻ ഞാൻ എന്ന് പറയുന്നുവെങ്കിൽ ചന്ദ്രൻ എനിക്കെന്താണ് അനുഭവം എന്ന് ചോദിക്കുന്നു. ഈ ദശയിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ ഉള്ളിലെ ലോകം തുറന്നുവരും. അവർ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും. ചെറിയ കാര്യങ്ങളും വലിയതായി തോന്നും. ഇവിടെ നിന്നാണ് ആശയക്കുഴപ്പം ആരംഭിക്കുന്നത്. മേഡം കാർത്തികക്കാർക്ക് ചന്ദ്രദശ വളരെ പ്രയാസകരമായിരിക്കും. കാരണം അവരുടെ സ്വഭാവം തന്നെ വേഗതയുള്ളതാണ്. എന്നാൽ ഈ ദശയിൽ അവർക്ക് ഉള്ളിൽ സംശയങ്ങൾ ഉയരും. എന്താണ് ശരി എന്ന് ഉറപ്പില്ലാതാകും. അതുകൊണ്ട് അവർ വികാരാധീനമായി പ്രതികരിക്കും. ഒരാളോട് വളരെ അടുപ്പമുണ്ടാകും, പിന്നെ പെട്ടെന്ന് അകലം പാലിക്കും. സ്നേഹബന്ധങ്ങൾ ഈ സമയത്ത് തുടങ്ങാം, പക്ഷേ സ്ഥിരത കുറവായിരിക്കും. ഒരു ദിവസം വളരെ അടുത്തതായി തോന്നും, മറ്റൊരു ദിവസം പൂർണ്ണമായി മാറിയതായി തോന്നും. ഇടവം കാർത്തികക്കാർക്ക് ഈ ഘട്ടം പുറത്ത് ശാന്തമായിരിക്കും, പക്ഷേ ഉള്ളിൽ വളരെ ആഴത്തിലുള്ള പോരാട്ടം നടക്കും. അവർ ഒരാളെ വിശ്വസിച്ചാൽ വളരെ ആഴത്തിൽ വിശ്വസിക്കും. എന്നാൽ അവർക്ക് ആ സുരക്ഷിത ബോധമുണ്ടാകും. ഈ ബന്ധം സ്ഥിരമാണോ എന്ന ചോദ്യങ്ങൾ അവരെ ഉള്ളിൽ അലട്ടും. അവർ ഇത് തുറന്നു പറയില്ല. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ പതുക്കെ രൂപപ്പെടും. വിദ്യാഭ്യാസത്തിൽ ഈ ഘട്ടത്തിൽ ദിശമാറ്റം സംഭവിക്കാം. പലരും ഈ സമയത്ത് പഠനവിഷയം മാറ്റുകയോ എനിക്കിത് വേണ്ട എന്നൊരു തോന്നൽ വരികയോ ചെയ്യും. കാരണം അവർ ഇപ്പോൾ അവരുടെ മനസ്സ് കേൾക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ അത് വ്യക്തത നൽകുന്നില്ല, ആശയക്കുഴപ്പമാണ് നൽകുന്നത്. ഈ ചന്ദ്രദശ തന്നെയാണ് പിന്നീട് രാഹുദശയിൽ കാണുന്ന വലിയ പ്രശ്നങ്ങളുടെ വിത്ത്. കാരണം ഇവിടെ അവർ വിശ്വാസം, അടുപ്പം, ആ സുരക്ഷിത ബോധം എന്നിവ അനുഭവിച്ചറിയുന്നു. പക്ഷേ അത് പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല. സൂര്യദശയിൽ രൂപപ്പെട്ട ഞാൻ എന്ന ബോധം ചന്ദ്രദശയിലെത്തുമ്പോൾ ഒരു പുതിയ രൂപം സ്വീകരിക്കുന്നു. ഞാൻ വർഷങ്ങളായി ജാതകങ്ങൾ പരിശോധിച്ചിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, കാർത്തിക നക്ഷത്രക്കാരുടെ യഥാർത്ഥ ഉള്ളിലെ ജീവിതം തുടങ്ങുന്നത് ചന്ദ്രദശയിലാണ്. ഇതുവരെ അവർ പുറത്തേക്ക് ശക്തരായി ആത്മവിശ്വാസത്തോടെ നിന്നിരുന്നു. പക്ഷേ ചന്ദ്രദശയിൽ അവർ ആദ്യമായി അവരുടെ മനസ്സിനെ നേരിടുന്നു. ഈ ഘട്ടം വളരെ പ്രധാനമാണ്. കാരണം ഈ ദശയിലുണ്ടാകുന്ന അനുഭവങ്ങളാണ് പിന്നീട് അവരുടെ ബന്ധങ്ങളും വിവാഹജീവിതവും നിർണയിക്കുന്നത്. ചന്ദ്രൻ മനസ്സിന്റെ ഗ്രഹമാണ്. അതുകൊണ്ട് ഈ സമയത്ത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഉള്ളിൽ ചിന്തകളും സംശയങ്ങളും വർദ്ധിക്കും. ഞാൻ ആരാണ്? എനിക്ക് എന്താണ് വേണ്ടത്? എന്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്? ഈ ചോദ്യങ്ങൾ അവർക്ക് ആദ്യമായി ഗൗരവമായി തോന്നും. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടാതെ പോകും. അതാണ് ഈ ദശയുടെ സങ്കീർണത. ഇത് വ്യക്തത നൽകുന്നില്ല, ആശയക്കുഴപ്പമാണ് നൽകുന്നത്. ഞാൻ പലർക്കും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ചന്ദ്രദശയിൽ നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യങ്ങളും സ്ഥിരമായതല്ല. അത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു തരംഗം മാത്രമാണ് എന്ന്. മേഡം കാർത്തികക്കാർക്ക് ഈ ദശ വളരെ അസ്ഥിരമായിരിക്കും. അവരുടെ സ്വഭാവം തന്നെ വേഗതയുള്ളതാണ്. എന്നാൽ ഇപ്പോൾ മനസ്സ് സംശയങ്ങളും വികാരങ്ങളും കൊണ്ട് നിറയുന്നു. ഒരാളെ ഇഷ്ടപ്പെടാൻ സമയമെടുക്കില്ല, പക്ഷേ അതേ വ്യക്തിയെക്കുറിച്ച് സംശയം തോന്നാനും സമയമെടുക്കില്ല. അവരൊരിക്കൽ വളരെ അടുപ്പം കാണിക്കും, പിന്നെ പെട്ടെന്ന് അകലം പാലിക്കും. ഈ അടുത്തുവരികയും അകലുകയും ചെയ്യുന്ന രീതിയാണ് അവരുടെ ബന്ധങ്ങളുടെ തുടക്കം. അവർക്ക് എന്താണ് വേണ്ടത് എന്ന് അവർക്ക് തന്നെ വ്യക്തമായിരിക്കില്ല. അതുകൊണ്ട് അവരെടുത്ത തീരുമാനങ്ങൾ പിന്നീട് ഖേദമായി മാറും. ഞാൻ കണ്ടിട്ടുള്ളത്, ഈ ദശയിൽ ആരംഭിക്കുന്ന പല സ്നേഹബന്ധങ്ങളും പിന്നീട് അത് യഥാർത്ഥത്തിൽ ഞാനായിരുന്നില്ല എന്നൊരു തിരിച്ചറിവായി മാറുന്നു. ഇടവം കാർത്തികക്കാർക്ക് ഈ ദശ പുറത്ത് വളരെ ശാന്തമായിരിക്കും, പക്ഷേ ഉള്ളിൽ വളരെ ആഴത്തിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ഇവർക്ക് വികാരങ്ങൾ വളരെ ശക്തമായിരിക്കും. അവർ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ വളരെ ആഴത്തിൽ ഇഷ്ടപ്പെടും. വിശ്വാസവും നിഷ്ഠയും ഇവർക്കുണ്ടാകും. പക്ഷേ അവരുടെ പ്രധാന പ്രശ്നം അസുരക്ഷിത ബോധമാണ്. ഈ വ്യക്തി എന്നെ വിട്ടുപോകുമോ? എനിക്ക് വേണ്ടത്ര വില ലഭിക്കുന്നുണ്ടോ? ഈ ചിന്തകൾ അവരുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരും. അവരിത് തുറന്നു പറയില്ല. അവർ മൗനം തിരഞ്ഞെടുക്കും. പക്ഷേ ഈ മൗനം തന്നെ പിന്നീട് തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കും.
ഈ ചന്ദ്രദശയിൽ സ്നേഹബന്ധങ്ങൾ തുടങ്ങുന്നത് വളരെ സാധാരണമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാന വ്യത്യാസം കാണാം. മേടം കാർത്തികക്കാർക്ക് സ്നേഹം അതീവ തീവ്രമായിരിക്കും, പക്ഷേ ദൈർഘ്യം കുറവായിരിക്കും. അവർക്ക് ആവേശമാണ് പ്രധാനമായത്. സ്ഥിരത അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇടവം കാർത്തികക്കാർക്ക് സ്നേഹം പതുക്കെ വളരും, പക്ഷേ വളരെ ആഴമുള്ളതായിരിക്കും. അവർക്ക് സ്ഥിരത ആവശ്യമാണ്. ഒരാൾ ജീവിതം മുഴുവൻ കൂടെയുണ്ടാകണം എന്ന ആഗ്രഹമുണ്ടാകും. എന്നാൽ നഷ്ടപ്പെടുമോ എന്ന ഭയം കൂടുതലായിരിക്കും. ഇത് അവരെ ഉള്ളിൽ ക്ഷീണിപ്പിക്കും. വിദ്യാഭ്യാസത്തിലും ഈ ദശ വലിയ സ്വാധീനം ചെലുത്തും. മേടം കാർത്തികക്കാർക്ക് ഈ സമയത്ത് ദിശമാറ്റം സംഭവിക്കാം. ഇതെനിക്ക് വേണ്ട എന്നൊരു തോന്നൽ വരാം. അവർ പഠനവിഷയം മാറ്റുകയോ ശ്രദ്ധ നഷ്ടപ്പെടുകയോ ചെയ്യും. കാരണം അവരുടെ മനസ്സ് സ്ഥിരമല്ല. ഇടവം കാർത്തികക്കാർക്ക് ഈ സമയത്ത് സ്ഥിരത ഉണ്ടാകും, പക്ഷേ താൽപ്പര്യം മാറിക്കൊണ്ടിരിക്കും. അവർക്ക് സുഖകരമെന്ന തോന്നൽ ലഭിച്ചാൽ മാത്രം മുന്നോട്ടു പോകും, ഇല്ലെങ്കിൽ അവർ മന്ദഗതിയിലാകും. ഇപ്പോൾ ഒരു പ്രധാന കാര്യത്തിലേക്ക് വരാം. ഈ ചന്ദ്രദശയാണ് പിന്നീട് വരുന്ന വിവാഹ പ്രശ്നങ്ങളുടെ വിത്ത്. മേടം കാർത്തികക്കാർക്ക് ഈ സമയത്ത് ആവേശപരമായ അടുപ്പത്തിന്റെ ഒരു രീതിയാണ് രൂപപ്പെടുന്നത്. അവർ വേഗത്തിൽ അടുപ്പമുണ്ടാക്കുകയും വേഗത്തിൽ അകലം പാലിക്കുകയും ചെയ്യും. ഇത് പിന്നീട് വിവാഹ ജീവിതത്തിൽ അസ്ഥിരത സൃഷ്ടിക്കും. ഇടവം കാർത്തികക്കാർക്ക് ഈ സമയത്ത് ആഴത്തിലുള്ള അടുപ്പത്തിന്റെ ഒരു രീതിയാണ് രൂപപ്പെടുന്നത്. അവർക്ക് വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടും. അവർ മൗനത്തിൽ തന്നെ വേദന സഹിക്കും. ഇത് പിന്നീട് ബന്ധങ്ങളിൽ പൊട്ടിപ്പിരിയലിന് കാരണമാകും. ഈ ദശയിൽ മനസ്സിൽ വരുന്ന സംശയങ്ങൾ, അസുരക്ഷിത ബോധം, അതിയായ ചിന്തകൾ ഇവയാണ് പിന്നീട് രാഹുദശയിൽ വലിയ പ്രശ്നങ്ങളായി പൊട്ടിത്തെറിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ചന്ദ്രദശയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതം പകുതി പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടും എന്ന്. മേടം കാർത്തികക്കാർക്ക് ഈ സമയത്ത് ക്ഷമ പഠിക്കണം, പ്രതികരണം കുറയ്ക്കണം. ഇടവം കാർത്തികക്കാർക്ക് പ്രകടനം പഠിക്കണം, മൗനം കുറയ്ക്കണം. അല്ലെങ്കിൽ ഇരുവരും പിന്നീട് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഈ ദശയുടെ അവസാനമെത്തുമ്പോൾ ഒരു മാറ്റം സംഭവിക്കും. അവരുടെ ഉള്ളിൽ ഒരു മാനസിക പക്വത രൂപപ്പെടാൻ തുടങ്ങും. എന്നാൽ അത് പൂർണ്ണമായിരിക്കില്ല. അതാണ് അടുത്ത ദശയായ ചൊവ്വദശയിൽ പ്രവർത്തനമായി മാറുന്നത്. ചന്ദ്രദശയിൽ മനസ്സിലുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങളും വികാരങ്ങളും ചൊവ്വദശയിലെത്തുമ്പോൾ പ്രവർത്തനമായി മാറുന്നു. ഇതുവരെ ഉള്ളിൽ മാത്രം നടന്നിരുന്ന പോരാട്ടം ഇപ്പോൾ പുറത്തേക്ക് പ്രകടമാകാൻ തുടങ്ങും. ഈ സമയത്ത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും നേടണം എന്നൊരു ശക്തമായ ഉണർവുണ്ടാകും. ജീവിതത്തിൽ ഒരു ദിശ കണ്ടെത്തണം, സ്വന്തമായി ഒരു സ്ഥാനം നേടണം, മറ്റുള്ളവർക്ക് മുന്നിൽ തങ്ങളെത്തന്നെ തെളിയിക്കണം. ഈ ചിന്തകൾ ശക്തമാകുന്ന ഘട്ടമാണിത്. മേടം കാർത്തികക്കാർക്ക് ഈ ദശ വളരെ ശക്തമായ ഒരു പ്രവർത്തന കാലമാണ്. ഇവർക്ക് ഈ സമയത്ത് വളരെയധികം ഉത്സാഹവും ധൈര്യവുമുണ്ടാകും. അവർ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം തുടങ്ങാൻ ശ്രമിക്കും. ഒരു ജോലി തുടങ്ങിയാൽ അത് വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രശ്നമുണ്ടാകും. ഇവർക്ക് ക്ഷമ കുറവായിരിക്കും. കാര്യങ്ങൾ അവരുടെ ഇഷ്ടം പോലെ നടക്കാത്ത പക്ഷം അവർ വേഗത്തിൽ നിരാശപ്പെടും. ചിലപ്പോൾ ആലോചിക്കാതെ വലിയ തീരുമാനങ്ങളെടുക്കും. ജോലി മാറൽ, പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കൽ, ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി പൂർത്തിയാക്കാതെ വിടൽ, ഇവ ഈ സമയത്ത് സാധാരണയായി കാണാം. ഇവർക്ക് മുന്നോട്ടു പോകാനുള്ള ശക്തിയുണ്ടെങ്കിലും ശരിയായ ദിശ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇടവം കാർത്തികക്കാർക്ക് ഇതേ ചൊവ്വദശ ഒരു വ്യത്യസ്ത അനുഭവമാണ്. ഇവർക്ക് ഈ സമയത്ത് വേഗം കുറവായിരിക്കും, പക്ഷേ സ്ഥിരത കൂടുതലായിരിക്കും. അവർ ഓരോ കാര്യവും ആലോചിച്ച് ചെയ്യാൻ ശ്രമിക്കും. ജോലി തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് സുരക്ഷയും സ്ഥിരതയും പ്രധാനമാണ്. അവർ പെട്ടെന്ന് മാറ്റങ്ങൾ സ്വീകരിക്കില്ല. എന്നാൽ ഒരു കാര്യത്തിൽ ഉറച്ചാൽ അത് പതുക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഇവർക്ക് പെട്ടെന്ന് ഉയരാൻ സാധിക്കണമെന്നില്ല, പക്ഷേ അവർ നിലനിർത്താൻ കഴിയുന്ന ഒരു അടിത്തറ ഈ സമയത്ത് നിർമ്മിക്കും. ഇവർക്ക് സുഖസൗകര്യങ്ങൾ ലഭിക്കണമെന്ന ആഗ്രഹം ശക്തമാകും. നല്ല ജീവിതം, നല്ല വരുമാനം, സൗകര്യങ്ങൾ ഇവയാണ് അവരുടെ ലക്ഷ്യം. സ്നേഹത്തിലും ബന്ധങ്ങളിലും ഈ ദശ വളരെ പ്രധാനമാണ്. മേടം കാർത്തികക്കാർക്ക് ഈ സമയത്ത് സ്നേഹം ശക്തമായ വികാരമായി തോന്നും. അവർ ഒരാളെ വളരെ വേഗത്തിൽ ഇഷ്ടപ്പെടും, പക്ഷേ അതേ വേഗത്തിൽ തന്നെ വഴക്കുകളുമുണ്ടാകും. ഇവർക്ക് അവരുടെ ഇഷ്ടം നടപ്പാക്കണം എന്നൊരു സ്വഭാവമുണ്ടാകും. അതുകൊണ്ട് സ്നേഹത്തിൽ ഈഗോ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളായി മാറാം. ഈ സമയത്തുണ്ടാകുന്ന ബന്ധങ്ങൾ സ്ഥിരതയുള്ളതാകണമെന്നില്ല. ഇടവം കാർത്തികക്കാർക്ക് സ്നേഹം ഈ സമയത്ത് വളരെ ആഴമുള്ളതായിരിക്കും. അവർ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അത് സാവധാനമായി വളരും, പക്ഷേ വളരെ ശക്തമായ ബന്ധമായി മാറും.
എന്നാൽ ഇവർക്ക് പൊസസീവ്നെസ് ഉണ്ടാകും. അവർക്ക് അവരുടെ പങ്കാളി മുഴുവൻ തങ്ങളുടേതായിരിക്കണം എന്നൊരാഗ്രഹമുണ്ടാകും. ഇത് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാക്കും. അവർക്ക് വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ പുറത്തേക്ക് അവർ അത് പ്രകടമാക്കില്ല. ഉള്ളിൽ തന്നെ വിഷമിക്കും. വിവാഹത്തെക്കുറിച്ച് ഈ ദശയിലെടുത്ത തീരുമാനങ്ങൾ വളരെ ശ്രദ്ധയോടെയായിരിക്കണം. മേഡം കാർത്തികക്കാർക്ക് ഈ സമയത്ത് ഇമ്പൾസീവായി വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പിന്നീട് അത് ശരിയായ തീരുമാനമായിരുന്നില്ല എന്ന് തോന്നാം. ഇടവം കാർത്തികക്കാർക്ക് വിവാഹം ഈ സമയത്ത് സംഭവിച്ചാൽ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഉള്ളിൽ തൃപ്തിയില്ലെങ്കിൽ അത് പിന്നീട് വലിയ പ്രശ്നമാകും. ജോലിയിലും സാമ്പത്തിക കാര്യങ്ങളിലും ഈ ദശയിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. മേഡം കാർത്തികക്കാർക്ക് ഈ സമയത്ത് ജോലി മാറൽ സാധാരണമാണ്. അവർക്ക് ഒരേ സ്ഥലത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അവർക്ക് കൂടുതൽ നേടണം എന്ന ആഗ്രഹമുണ്ടാകും. എന്നാൽ സ്ഥിരത കുറവായിരിക്കും. ഇടവം കാർത്തികക്കാർക്ക് ഈ സമയത്ത് വരുമാനം സ്ലോ ആയി വളരും. അവർ ചെലവിൽ ശ്രദ്ധിക്കാം. പക്ഷെ ചിലപ്പോൾ സുഖസൗകര്യങ്ങൾക്ക് കൂടുതൽ ചെലവാക്കാനും സാധ്യതയുണ്ട്. ഈ ദശയുടെ പ്രധാന പാഠം എന്താണെന്നാൽ പ്രവർത്തനം മാത്രമല്ല ദിശയും ഈക്വലി പ്രധാനമാണ്. മേഡം കാർത്തികക്കാർക്ക് ക്ഷമയും നിയന്ത്രണവും പഠിക്കണം. ഇടവം കാർത്തികക്കാർക്ക് ധൈര്യവും മുന്നോട്ടു പോകാനുള്ള വേഗവും പഠിക്കണം. അല്ലെങ്കിൽ ഇരുവരും അവരുടെ കഴിവ് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയില്ല. ചൊവ്വദശയുടെ അവസാനമെത്തുമ്പോൾ അവർ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു ആശയം നേടും. പക്ഷെ അത് പൂർണ്ണമായ വ്യക്തതയായിരിക്കില്ല. അതാണ് അടുത്ത ദശയായ രാഹുദശയിൽ വലിയ പരീക്ഷണമായി മാറുന്നത്. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കഠിനവുമായ ഘട്ടത്തെക്കുറിച്ചാണ്. അത് രാഹുദശയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതം ശരിക്കും കുഴപ്പമാകുന്നത് ഈ ദശയിലാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവിടെ കൂടി ശക്തമായി അനുഭവപ്പെടും. ചന്ദ്രദശയിൽ ഉള്ളിലുണ്ടായ ആശയക്കുഴപ്പവും ചൊവ്വദശയിൽ എടുത്ത തെറ്റായ തീരുമാനങ്ങളും എല്ലാം ഈ ഘട്ടത്തിൽ ഫലമായി തിരികെ വരും. രാഹുദശയുടെ പ്രധാന സ്വഭാവം എന്താണെന്നാൽ വ്യക്തത ഇല്ലാതാക്കുക. എന്താണ് ശരി, എന്താണ് തെറ്റി എന്നത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാക്കുക. അതുകൊണ്ട് ഈ സമയത്ത് കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതം ഒരു സ്ഥിരതയില്ലാത്ത രീതിയിൽ പോകും. ഒരു കാര്യം തുടങ്ങുമ്പോൾ മറ്റൊന്ന് മാറും. ഒരു തീരുമാനമെടുത്താൽ അത് ശരിയാണോ എന്ന് പിന്നീട് സംശയം വരും. മനസ്സ് ഒരിടത്ത് നിൽക്കില്ല. ഇതാണ് പലരും എന്ത് ചെയ്താലും സെറ്റിലാവുന്നില്ല എന്ന് പറയുന്ന ഘട്ടം. മേഡം കാർത്തികക്കാർക്ക് ഈ ദശ വളരെ ശക്തമായ രീതിയിൽ ബാധിക്കും. അവർക്ക് ഇമ്പൾസീവ് സ്വഭാവം ഉണ്ടാകുന്നതിനാൽ അവർ ഈ സമയത്ത് വലിയ തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കും. ജോലിമാറ്റം, നാട്ടുമാറ്റം, ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ എല്ലാം ഈ സമയത്ത് നടക്കാം. അവർക്ക് പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കാനും അതേ വേഗത്തിൽ തന്നെ ആ വിശ്വാസം തകർന്നു പോകാനും സാധ്യതയുണ്ട്. ഇതാണ് പലപ്പോഴും അവരുടെ സ്നേഹബന്ധങ്ങൾ തകരാൻ കാരണമാകുന്നത്. വിവാഹം ഈ സമയത്ത് സംഭവിച്ചാൽ അവർക്ക് സഹനശക്തി കുറവായതിനാൽ ചെറിയ പ്രശ്നങ്ങളും വലിയ തർക്കങ്ങളായി മാറും. ഇത് ചിലർക്ക് വേർപാടിലേക്കും നയിക്കും. ഇടവം കാർത്തികക്കാർക്ക് രാഹുദശ ഒരു വ്യത്യസ്ത രീതിയിൽ അനുഭവപ്പെടും. അവർ പുറത്തേക്ക് ശാന്തമായിരിക്കും. പക്ഷെ ഉള്ളിൽ വലിയൊരു ആശയക്കുഴപ്പം നടക്കും. അവർക്ക് സ്ഥിരത വേണം, പക്ഷെ അത് ലഭിക്കുന്നില്ല. അവർ ഒരു ബന്ധത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ ഉള്ളിൽ സന്തോഷമില്ലാതിരിക്കും. ഇതാണ് ശരിയായ ജീവിതമാണോ എന്നൊരു ചോദ്യം അവരെ അലട്ടും. വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതിനാൽ അവർ ഒരേ പ്രശ്നത്തിൽ നീണ്ടകാലം കുടുങ്ങിപ്പോകാം. ഇത് മാനസികമായി വളരെ ക്ഷീണമുണ്ടാക്കും. വിവാഹത്തിൽ ഈ ദശയുടെ സ്വാധീനം വളരെ വ്യക്തമാണ്. മേഡം കാർത്തികക്കാർക്ക് അഹങ്കാരവും ക്ഷമക്കുറവും കാരണം തർക്കങ്ങളുണ്ടാകും. അവർക്ക് ഉടൻ പരിഹാരം വേണം. പക്ഷെ അത് സാധിക്കാത്തപ്പോൾ അവർ അകലം പാലിക്കും. ഇടവം കാർത്തികക്കാർക്ക് മൗനമാണ് പ്രശ്നം. അവർ ഉള്ളിൽ വിഷമിക്കും, പക്ഷേ തുറന്ന് സംസാരിക്കില്ല. ഇത് പിന്നീട് തെറ്റിദ്ധാരണയായി വളരും. ഈ രണ്ട് രീതികളും ഒടുവിൽ ബന്ധം തകരാൻ കാരണമാകാം. ഇതാണ് പലർക്കും ആദ്യ വിവാഹം തകരാൻ കാരണമാകുന്ന ഘട്ടം. എന്നാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഇത് ഒരു അവസാനമല്ല. ചിലർക്കിത് ഒരു വലിയ പാഠമാണ്. ഈ ദശയിൽ അവർ ജീവിതത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്ന് അവർ പതുക്കെ മനസ്സിലാക്കും. രണ്ടാമത്തെ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ
പലർക്കും അത് ഈ ദശയ്ക്ക് ശേഷം സംഭവിക്കുന്നതാണ്. കാരണം രാഹുദശയിൽ അവർ ചെയ്ത തെറ്റുകൾ അവരെ പഠിപ്പിക്കും. ഇനി ആവേശപരമായ തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് അവർ തിരിച്ചറിയും. അതുകൊണ്ട് പിന്നീട് വരുന്ന ബന്ധങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും. ജോലിയിൽ ഈ ദശയിൽ വലിയ അസ്ഥിരത കാണാം. മേടം കാർത്തികക്കാർക്ക് ജോലി മാറ്റങ്ങൾ കൂടുതലായിരിക്കും. ഒരിടത്ത് സ്ഥിരമായി തുടരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇടവം കാർത്തികക്കാർക്ക് വളർച്ച മന്ദഗതിയിലായിരിക്കും. പക്ഷേ ഉള്ളിൽ അസന്തോഷമുണ്ടാകും. സാമ്പത്തികമായി ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെടാം. ഒരുപാട് സമ്പാദിച്ചാലും അത് നിലനിർത്താൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഈ ദശയുടെ ഏറ്റവും വലിയ പ്രശ്നം മനസ്സാണ്. അതിയായ ചിന്ത, സംശയം, അസുരക്ഷിത ബോധം ഇവയെല്ലാം ഈ സമയത്ത് കൂടും. എന്താണ് ശരി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് ഇവരെ ഉള്ളിൽ തളർത്തും. അതുകൊണ്ടാണ് പലരും വൈകിയ പ്രായം വരെയും പോരാട്ടം അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രധാന സത്യമുണ്ട്. ഈ ദശയാണ് കാർത്തിക നക്ഷത്രക്കാരെ രൂപപ്പെടുത്തുന്നത്. യഥാർത്ഥ ജീവിതം മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അഹങ്കാരം കുറയുന്നു, ക്ഷമ പഠിക്കുന്നു, ബന്ധങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നു. ജോലിയിലും അവർക്ക് ഒരു സ്ഥിരത ലഭിക്കുന്നു. ഇതുവരെയുണ്ടായ ജോലിമാറ്റങ്ങളും ആശയക്കുഴപ്പങ്ങളും കുറയുന്നു. അവർ ഒരു ദിശയിൽ മുന്നോട്ടു പോകാൻ തുടങ്ങുന്നു. നേതൃഗുണങ്ങളുള്ളതിനാൽ ഈ സമയത്ത് നല്ല സ്ഥാനങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ആളുകൾ അവരുടെ കഴിവ് തിരിച്ചറിയാൻ തുടങ്ങും. ഇടവം കാർത്തികക്കാർക്ക് ഈ ദശ ഏറ്റവും നല്ല ഘട്ടങ്ങളിൽ ഒന്നാണ്. ഇതുവരെ അവർ കാണിച്ചിരുന്ന ക്ഷമ, പൊരുത്തപ്പെടൽ, സഹനശക്തി ഇതിന്റെ ഫലം ഈ സമയത്ത് ലഭിക്കും. ജോലിയിൽ സ്ഥിരതയും വളർച്ചയും ഒരുമിച്ചുണ്ടാകും. സാമ്പത്തികമായി നല്ല പുരോഗതി കൈവരും. അവർക്ക് ഇഷ്ടമായ ജീവിതം പതുക്കെ നിർമ്മിക്കാൻ കഴിയുന്ന സമയമാണിത്. സുഖസൗകര്യങ്ങൾ, നല്ല വീട്, സ്ഥിരമായ വരുമാനം ഇവയെല്ലാം ലഭിക്കാൻ തുടങ്ങും. വിവാഹ ജീവിതത്തിൽ ഈ ദശ വളരെ പ്രധാനമാണ്. രാഹുദശയിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചവർക്ക് ഈ സമയത്ത് ഒരു ശാന്തത വരും. തെറ്റിദ്ധാരണകൾ കുറയും. ഒരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്ന ഒരു മനസ്സിലാക്കലുണ്ടാകും. മേടം കാർത്തികക്കാർക്ക് അഹങ്കാരം കുറയുകയും അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയുകയും ചെയ്യും. ഇടവം കാർത്തികക്കാർക്ക് ഉള്ളിലെ അസുരക്ഷിത ബോധം കുറയും, വിശ്വാസം വർദ്ധിക്കും. രണ്ടാമത്തെ വിവാഹം സംഭവിക്കുന്നവർക്ക് ഇത് ഏറ്റവും നല്ല സമയമാണ്. കാരണം ഇപ്പോൾ അവർക്ക് ജീവിതത്തെക്കുറിച്ച് വ്യക്തതയുണ്ട്. അവർ ആവേശപരമായി തീരുമാനങ്ങൾ എടുക്കില്ല. എന്താണ് വേണ്ടത് എന്ന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് ഈ സമയത്തുണ്ടാകുന്ന ബന്ധങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും. പലപ്പോഴും കാണുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഘട്ടത്തിൽ രണ്ടാമത്തെ വിവാഹം ആദ്യത്തേതിനേക്കാൾ മെച്ചമാണ് എന്ന അനുഭവമാണ്. സ്നേഹത്തിലും ബന്ധങ്ങളിലും ഈ ദശ വളരെ സമതുലിതമായിരിക്കും. മേടം കാർത്തികക്കാർക്ക് ഇപ്പോൾ സ്ഥിരതയാണ് പ്രധാനമാകുന്നത്. അവർക്ക് ആവേശമല്ല, ശാന്തതയാണ് വേണ്ടത്. ഇടവം കാർത്തികക്കാർക്ക് ഇപ്പോൾ സുരക്ഷിതത്വം മാത്രമല്ല, സന്തോഷവും ആവശ്യമാണ്. ബന്ധം ആസ്വദിക്കാൻ കഴിയുന്ന സമയം ഇതാണ്. സാമ്പത്തികമായി ഈ ദശ വളരെ നല്ലതാണ്. മേടം കാർത്തികക്കാർക്ക് ഈ സമയത്ത് അവരുടെ കഴിവ് ഉപയോഗിച്ച് നല്ല വരുമാനം നേടാൻ കഴിയും. ഇടവം കാർത്തികക്കാർക്ക് സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയുന്ന ഘട്ടമാണിത്. സംഭരണം, നിക്ഷേപം, സ്വത്ത് സമ്പാദ്യം ഇവ നേടാൻ സാധ്യത കൂടുതലാണ്. ഇതാണ് കാർത്തിക കീർത്തി കേൾക്കും എന്ന് പറയുന്ന ഘട്ടത്തിന്റെ തുടക്കം. ഇതുവരെ അവർ പോരാട്ടത്തിലായിരുന്നു. ഇപ്പോൾ ആളുകൾ അവരുടെ കഴിവ് തിരിച്ചറിയാൻ തുടങ്ങും. അവർക്ക് ബഹുമാനം ലഭിക്കും. അവർ പറയുന്നത് ആളുകൾ ശ്രദ്ധിക്കും. സമൂഹത്തിൽ ഒരു സ്ഥാനം ലഭിക്കും. മാനസികമായി ഈ ദശ വളരെ ശാന്തമായിരിക്കും. രാഹുദശയിലുണ്ടായിരുന്ന ആശയക്കുഴപ്പം, സംശയം, അസുരക്ഷിത ബോധം ഇവ കുറയും. അവരുടെ ഉള്ളിൽ ഒരു ശാന്തത പതുക്കെ വളരാൻ തുടങ്ങും. ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല, പതുക്കെ രൂപപ്പെടുന്ന ഒന്നാണ്. എന്നാൽ അതിന്റെ ശക്തി വളരെ കൂടുതലായിരിക്കും. വ്യാഴദശയുടെ അവസാനമെത്തുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു ഉറച്ച അടിത്തറ ഉണ്ടാകും. ഇനി എന്ത് ചെയ്യണമെന്നത് വ്യക്തമായിരിക്കും. ജീവിതത്തിൽ ഒരു സ്ഥിരമായ നിലയിൽ അവർ എത്തും. ഇതാണ് അടുത്ത ദശയായ ശനിദശയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള അടിത്തറ. വ്യാഴദശയിൽ ജീവിതം സ്ഥിരതയിലേക്കെത്തിയതിനു ശേഷം കാർത്തിക നക്ഷത്രക്കാർക്ക് അടുത്തതായി വരുന്ന ഘട്ടമാണ് ശനിദശ. അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ ഇത് രാഹുദശ പോലെ ആശയക്കുഴപ്പമുള്ളതല്ല, പക്ഷേ അതുപോലെ തന്നെ ഒരു പരീക്ഷണ ഘട്ടമാണ്. വ്യാഴദശയിൽ നിങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങൾ, കീർത്തി, സ്ഥിരത ഇവയെല്ലാം നിലനിർത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്ന സമയമാണ് ശനിദശ. അതുകൊണ്ട് ഈ ഘട്ടം വളരെ ഗൗരവമുള്ളതാണ്.
ശനി കഠിനാധ്വാനത്തിന്റെ, ഉത്തരവാദിത്വത്തിന്റെ, സമയത്തിന്റെ ഗ്രഹമാണ്. അതുകൊണ്ട് ഈ ദശയിൽ ജീവിതം കുറച്ച് ഭാരമുള്ളതായി തോന്നും. മേടം കാർത്തികക്കാർക്ക് ഈ ഘട്ടം ഒരു വലിയ മാറ്റമാണ്. ഇതുവരെ അവർ വേഗത്തിൽ പ്രവർത്തിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ അവർ മന്ദഗതിയിലേക്ക് മാറേണ്ടിവരും, ക്ഷമ പഠിക്കേണ്ടിവരും. എല്ലാം ഉടനെ ലഭിക്കില്ല എന്ന സത്യം അവർ മനസ്സിലാക്കും. ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ വരാം, നേതൃസ്ഥാനങ്ങൾ ലഭിക്കാം. പക്ഷേ അതോടൊപ്പം സമ്മർദ്ദവും കൂടും. അവർക്ക് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും, ആളുകളെ നയിക്കേണ്ടിവരും. ഇത് ചിലപ്പോൾ മാനസിക സമ്മർദ്ദമുണ്ടാക്കാം. ഇടവം കാർത്തികക്കാർക്ക് ഈ ദശ മറ്റൊരു രീതിയിൽ അനുഭവപ്പെടും. അവർക്ക് ഇതിനകം തന്നെ ക്ഷമ ഉള്ളതിനാൽ ഈ ഘട്ടം അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. പക്ഷേ അവരുടെ പ്രശ്നം ഉത്തരവാദിത്വങ്ങൾ കൂടുന്നതാണ്. കുടുംബം, ജോലി, സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടിവരും. എല്ലാം എന്റെ ചുമതലയാണ് എന്നൊരു തോന്നലുണ്ടാകും. ഇത് ചിലപ്പോൾ ഉള്ളിൽ ഭാരം സൃഷ്ടിക്കും. എന്നാൽ അവരിത് പുറത്തേക്ക് കാണിക്കില്ല. അവർ മൗനമായി എല്ലാം സഹിക്കും. വിവാഹജീവിതത്തിൽ ഈ ദശ വളരെ നിർണായകമാണ്. മേടം കാർത്തികക്കാർക്ക് ഈ സമയത്ത് ബന്ധം നിലനിർത്താൻ ശ്രമം ആവശ്യമാണ്. ജോലി സമ്മർദ്ദം കാരണം കുടുംബത്തിന് സമയം നൽകാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഇത് ചെറിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാം. ഇടവം കാർത്തികക്കാർക്ക് ഈ ഘട്ടം കൂടുതൽ സ്ഥിരമായിരിക്കും. പക്ഷേ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് കുറവായിരിക്കും. അവർ പങ്കാളിയെ സ്നേഹിച്ചാലും അത് പ്രകടമാക്കാൻ ബുദ്ധിമുട്ടും. ഇത് തമ്മിൽ അകലം സൃഷ്ടിക്കാം. രണ്ടാമത്തെ വിവാഹമുള്ളവർക്ക് ഈ ദശ ബന്ധത്തെ പരീക്ഷിക്കുന്ന ഘട്ടമാണ്. ഇപ്പോൾ അവർക്ക് പക്വത ഉണ്ടെങ്കിലും ജീവിതത്തിന്റെ സമ്മർദ്ദം കാരണം തെറ്റിദ്ധാരണകളുണ്ടാകാം. എന്നാൽ അവർ ശരിയായി ആശയവിനിമയം നടത്തിയാൽ ഈ ബന്ധം കൂടുതൽ ശക്തമാകും. ജോലിയിലും സാമ്പത്തിക കാര്യങ്ങളിലും ഈ ദശ വളരെ പ്രധാനമാണ്. മേടം കാർത്തികക്കാർക്ക് ഈ സമയത്ത് കഠിനാധ്വാനം വളരെ കൂടും. വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് എളുപ്പമാകില്ല. സ്ഥിരതയുള്ള പരിശ്രമം ആവശ്യമാണ്. ഇടവം കാർത്തികക്കാർക്ക് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിരത കൂടുതൽ ഉറപ്പാകും. സംഭരണം, സ്വത്ത് സമ്പാദ്യം, ദീർഘകാല സുരക്ഷ ഇവ നിർമ്മിക്കാൻ കഴിയുന്ന ഘട്ടമാണിത്. നിങ്ങൾ നേടിയ സ്ഥാനം ഇവിടെ പരീക്ഷിക്കപ്പെടും. നിങ്ങൾ സ്ഥിരതയോടെ പ്രവർത്തിച്ചാൽ ഈ കീർത്തി കൂടുതൽ ശക്തമാകും. അല്ലെങ്കിൽ അത് പതുക്കെ കുറയാം. മാനസികമായി ഈ ദശ കുറച്ച് ഭാരം തോന്നും. മേടം കാർത്തികക്കാർക്ക് ക്ഷമക്കുറവ് കാരണം നിരാശ ഉണ്ടാകാം. ഇടവം കാർത്തികക്കാർക്ക് മൗനം കാരണം സമ്മർദ്ദം ഉള്ളിൽ കൂടും. അതുകൊണ്ട് ഈ സമയത്ത് മനസ്സിനെ സമതുലിതമായി നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. ശനിദശയുടെ അവസാനമെത്തുമ്പോൾ ഒരു മാറ്റം സംഭവിക്കും. നിങ്ങൾ കൂടുതൽ ശക്തനായി മാറിയിരിക്കും. ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിച്ചിരിക്കും. എന്താണ് പ്രധാനമെന്ന് വ്യക്തമായി അറിയാം. ഇതാണ് അടുത്ത ദശയായ ബുധദശയിൽ കൂടുതൽ ലളിതമായ ജീവിതത്തിലേക്ക് കടക്കാനുള്ള അടിത്തറ. ശനിദശയിലെ ഉത്തരവാദിത്വങ്ങളും ഭാരമുള്ള ജീവിതവും കടന്നുപോയതിനു ശേഷം കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു ലഘുത്വം അനുഭവപ്പെടാൻ തുടങ്ങുന്ന ഘട്ടമാണ് ബുധദശ. അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ ഇത് ഒരു ശ്വാസം വിടുന്ന ഘട്ടം പോലെയാണ്. ഇതുവരെ ജീവിതം വളരെ ഗൗരവത്തോടെയും സമ്മർദ്ദത്തോടെയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെ കുറച്ച് ലളിതമായി കാണാൻ കഴിയുന്ന ഒരു മനോഭാവം വരും. ഇത് പെട്ടെന്ന് വരുന്ന മാറ്റമല്ല, പതുക്കെ രൂപപ്പെടുന്ന മാറ്റമാണ്. ബുധൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും ഗ്രഹമാണ്. അതുകൊണ്ട് ഈ സമയത്ത് കാർത്തിക നക്ഷത്രക്കാർക്ക് സംസാരിക്കാനുള്ള കഴിവും ചിന്തകൾ വ്യക്തമാക്കാനുള്ള കഴിവും വർദ്ധിക്കും. മേടം കാർത്തികക്കാർക്ക് ഈ ദശ വളരെ നല്ലതാണ്. കാരണം ഇവർക്ക് മുമ്പ് വേഗത ഉണ്ടായിരുന്നു. ഇപ്പോൾ വ്യക്തതയും കൂടുന്നു. അവർക്ക് അവരുടെ ചിന്തകൾ ശരിയായി അവതരിപ്പിക്കാൻ കഴിയും. മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിവ് വർദ്ധിക്കും. അധ്യാപനം, നേതൃത്വം, മാർഗനിർദ്ദേശം പോലുള്ള മേഖലകളിൽ വളരാൻ കഴിയുന്ന സമയം ഇതാണ്. ഇടവം കാർത്തികക്കാർക്ക് ഈ ദശ മറ്റൊരു രീതിയിൽ അനുഭവപ്പെടും. ഇവർക്ക് ഇതിനകം തന്നെ സ്ഥിരത ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് പ്രകടനശേഷിയും കൂടി വരുന്നു. ഉള്ളിലെ ചിന്തകൾ പുറത്തേക്ക് പറയാൻ കഴിയുന്നു. ആശയവിനിമയം മെച്ചപ്പെടും. ഇതിലൂടെ ബന്ധങ്ങൾ കൂടുതൽ നല്ലതാകും. മുമ്പ് ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ തുറന്നു പറയാൻ കഴിയും. ജോലിയിൽ പറയാൻ കഴിയും. ജോലിയിലും ഈ ദശ നല്ല വളർച്ച നൽകും. മേടം കാർത്തികക്കാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ആശയങ്ങൾ ഉണ്ടാകുകയും അത് നടപ്പിലാക്കാൻ കഴിവുണ്ടാകുകയും ചെയ്യും. വ്യാപാരം, നടത്തിപ്പ്, പരിശീലനം പോലുള്ള മേഖലകളിൽ മുന്നോട്ടു പോകാൻ കഴിയുന്ന സമയം ഇതാണ്. ഇടവിടവം കാർത്തികക്കാർക്ക് ഈ സമയത്ത് സ്ഥിരമായ വളർച്ച തുടരും. ജോലി കൂടുതൽ ലളിതമായി ചെയ്യാൻ കഴിയും. കുറഞ്ഞ പരിശ്രമത്തിൽ കൂടുതൽ ഫലം ലഭിക്കുന്ന ഘട്ടമാണിത്. സാമ്പത്തികമായി ഈ ദശ സമതുലിതമായിരിക്കും.
മേടം കാർത്തികക്കാർക്ക് സമ്പാദിച്ച പണം ശരിയായി ഉപയോഗിക്കാൻ പഠിക്കും. ഇടവം കാർത്തികക്കാർക്ക് അവരുടെ സമ്പത്ത് കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും. അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ കഴിയും. വിവാഹ ജീവിതത്തിൽ ഈ ദശ ഒരു നല്ല മാറ്റം കൊണ്ടുവരും. മേടം കാർത്തികക്കാർക്ക് ആശയവിനിമയം മെച്ചപ്പെടും. അവർക്ക് അവരുടെ പങ്കാളിയുമായി കൂടുതൽ നല്ല മനസ്സിലാക്കലുണ്ടാകും. ഇടവം കാർത്തികക്കാർക്ക് തുറന്ന മനോഭാവം വരും. അവർക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും. ഇതിലൂടെ ബന്ധം കൂടുതൽ ശക്തമാകും. അവർക്ക് മുമ്പ് ലഭിച്ചിരുന്ന അംഗീകാരം ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്കെത്തും. അവരുടെ അറിവ് പങ്കുവെക്കാൻ കഴിയും. ആളുകൾ അവരുടെ അഭിപ്രായം തേടും. അവർക്ക് ഒരു മാർഗനിർദ്ദേശകന്റെ സ്ഥാനം ലഭിക്കും. മാനസികമായി ഈ ദശ വളരെ നല്ലതാണ്. വ്യക്തത ഉണ്ടാകും. അതിയായ ചിന്ത കുറയും. മനസ്സിൽ ഒരു സമതുലിതാവസ്ഥ ഉണ്ടാകും. മേടം കാർത്തികക്കാർക്ക് ശാന്തത വരും. ഇടവം കാർത്തികക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ബുധദശയുടെ അവസാനമെത്തുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു സമതുലിതമായ ജീവിതമുണ്ടാകും. എന്താണ് പ്രധാനമെന്ന് അവർക്കറിയാം. എന്താണ് വേണ്ടത് എന്നും വ്യക്തമായിരിക്കും. ഇതാണ് അടുത്ത ദശയായ ശുക്രദശയിൽ പൂർണ്ണത അനുഭവിക്കാൻ തയ്യാറാക്കുന്ന ഘട്ടം. ബുധദശയിൽ മനസ്സും ജീവിതവും ഒരു സമതുലിതാവസ്ഥയിലേക്ക് എത്തിയതിനു ശേഷം കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ ഫലം അനുഭവിക്കാൻ കഴിയുന്ന ഘട്ടമാണ് ശുക്രദശ. അനുഭവത്തിൽ നിന്ന് വളരെ വ്യക്തമായി പറയാം, ഈ ദശയിലാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതമിതം ഒടുവിൽ ശരിയായി എന്നൊരു തോന്നലുണ്ടാകുന്നത്. ഇതുവരെ അവർ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും, മാനസിക പോരാട്ടങ്ങളും, ബന്ധപ്രശ്നങ്ങളും, ജോലി സമ്മർദ്ദങ്ങളും ഇതെല്ലാം ഈ സമയത്ത് ഒരു അർത്ഥം നേടുന്നു. ശുക്രൻ സുഖത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ബന്ധങ്ങളുടെയും ഗ്രഹമാണ്. അതുകൊണ്ട് ഈ ദശയിൽ ജീവിതത്തിൽ ഒരു മൃദുത്വം വരും. മുമ്പുണ്ടായിരുന്ന കടുപ്പം കുറയും. ജീവിതം ആസ്വദിക്കാൻ കഴിയും. ഉള്ളിൽ ഒരു സമാധാനം അനുഭവപ്പെടും. ഇത് പെട്ടെന്ന് വരുന്ന ഒന്നല്ല, പതുക്കെ രൂപപ്പെടുന്ന ഒരു ആഴത്തിലുള്ള ശാന്തതയാണ്. മേടം കാർത്തികക്കാർക്ക് ഈ ദശ വളരെ പ്രത്യേകമാണ്. ഇവർ ജീവിതം മുഴുവൻ വേഗത്തിൽ ഓടിയവരാണ്. ഇപ്പോൾ അവർക്ക് മന്ദഗതിയിലേക്ക് മാറാൻ കഴിയും. ഇനി ഞാൻ വിശ്രമിക്കാം എന്നൊരു തോന്നൽ വരും. ക്ഷമക്കുറവ് കുറയും. ബന്ധങ്ങളുടെ മൂല്യം അവർക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനും കഴിയുന്നു. ജോലിയിൽ അവർ ഇതിനകം നേടിയ സ്ഥാനം ഇപ്പോൾ സ്ഥിരമായിരിക്കും. കൂടുതൽ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അവർ നേടിയതിനെ ആസ്വദിക്കാൻ കഴിയും. ഇടവം കാർത്തികക്കാർക്ക് നല്ല വീട്, നല്ല ജീവിതം, സാമ്പത്തിക സുരക്ഷ, കുടുംബസന്തോഷം ഇവയെല്ലാം ഈ സമയത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. ജീവിതം സമൃദ്ധമായി അനുഭവിക്കാൻ കഴിയുന്ന ഘട്ടമാണിത്. വിവാഹ ജീവിതത്തിൽ ഈ ദശ ഏറ്റവും നല്ല ഘട്ടമാണ്. മേടം കാർത്തികക്കാർക്ക് ഇപ്പോൾ അഹങ്കാരം കുറയും. അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയും. ബന്ധം നിലനിർത്താൻ കഴിയുന്ന മനോഭാവം വരും. ഇടവം കാർത്തികക്കാർക്ക് അസുരക്ഷിത ബോധം കുറയും. വിശ്വാസം വർദ്ധിക്കും. പങ്കാളിയുമായി ഒരു ആഴമുള്ള ബന്ധം രൂപപ്പെടും. ഇത് ബന്ധത്തെ വളരെ ശക്തമാക്കും. രണ്ടാമത്തെ വിവാഹമുള്ളവർക്ക് ഈ ദശയിൽ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കഴിയും. ഇപ്പോൾ പക്വതയും മനസ്സിലാക്കലും ഉണ്ടാകുന്നതിനാൽ ബന്ധം ആസ്വദിക്കാൻ കഴിയുന്ന ഘട്ടമാണിത്. സാമ്പത്തികമായി ഈ ദശ വളരെ സമൃദ്ധമായിരിക്കും. മേടം കാർത്തികക്കാർക്ക് അവർ നേടിയ സമ്പത്ത് ഇപ്പോൾ ആസ്വദിക്കാൻ കഴിയും. ഇടവം കാർത്തികക്കാർക്ക് സമ്പത്ത് കൂടുതൽ വളരും. ആഡംബര ജീവിതം പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയും. സ്വത്ത്, സംഭരണം, സുഖസൗകര്യങ്ങൾ ഇവയെല്ലാം ലഭിക്കും. കാർത്തിക കീർത്തി കേൾക്കും എന്നത് ഈ ദശയിൽ പൂർണ്ണതയിലെത്തും. ഇതിനകം ലഭിച്ച അംഗീകാരം ഇപ്പോൾ സ്ഥിരതയുള്ളതാകും. ആളുകൾ അവരുടെ പേര് ബഹുമാനത്തോടെ പറയാൻ തുടങ്ങും. അവർക്ക് ഒരു പാരമ്പര്യ മൂല്യം രൂപപ്പെടും. അവർ ചെയ്ത കാര്യങ്ങൾ ഓർമ്മിക്കപ്പെടും. മാനസികമായി ഈ ദശ വളരെ ശാന്തമായിരിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന സംശയം, ആശയക്കുഴപ്പം, സമ്മർദ്ദം ഇവ ഇല്ലാതാകും. അവരുടെ ഉള്ളിൽ ഒരു അംഗീകരണം വരും. ജീവിതം ഇങ്ങനെയാണ് എന്നൊരു മനസ്സിലാക്കൽ. ഇതാണ് യഥാർത്ഥ സമാധാനം. ഇത് പുറത്തുള്ള സാഹചര്യങ്ങളിൽ നിന്നല്ല വരുന്നത്, ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഇത്രയും നേരം നമ്മൾ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തെ ദശകളിലൂടെ വളരെ വിശദമായി നോക്കി. ഒരു കാര്യം ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കണം. കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതം ഒരു നേരായ വഴിയല്ല. ഇത് പല ഘട്ടങ്ങളിലൂടെ മാറുന്ന ഒരു യാത്രയാണ്. തുടക്കത്തിൽ ശക്തിയുണ്ടാകും, മധ്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാകും, അവസാനത്തിൽ ശാന്തിയും പൂർണ്ണതയുമുണ്ടാകും. കാർത്തിക കീർത്തി കേൾക്കും എന്നത് ഒരു സത്യമാണ്. പക്ഷേ അത് ഉടൻ ലഭിക്കുന്ന ഒന്നല്ല. അത് സമയമെടുത്ത് ലഭിക്കുന്നതാണ്. അത് അവരുടെ പരിശ്രമത്തിന്റെ ഫലമാണ്. അതുപോലെ തന്നെ സമാധാനം വൈകിയാണ് വരുന്നത് എന്നതും സത്യമാണ്.
എന്നാൽ അത് വന്നാൽ അത് വളരെ ആഴമുള്ളതും സ്ഥിരമായതുമായിരിക്കും. നമ്മൾ പറഞ്ഞ ഈ ദശകളുടെ കാലവും ഏതു വയസ്സിൽ ഏതു ദശ അനുഭവപ്പെടും എന്നതും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഇത് ഓരോരുത്തരുടെയും ജനന സമയത്തെയും ജനന തീയതിയെയും ആശ്രയിച്ചിരിക്കുന്നു. കാർത്തിക നക്ഷത്രക്കാർ എല്ലാവരും സൂര്യദശയിലാണ് ജനിക്കുന്നത്. പക്ഷേ ആ സൂര്യദശയുടെ ശേഷിക്കുന്ന കാലം എത്രയാണെന്നത് ഓരോരുത്തർക്കും വ്യത്യാസപ്പെടും. ചിലർ സൂര്യദശയുടെ തുടക്കത്തിൽ ജനിക്കുന്നതിനാൽ ആ ദശയുടെ മുഴുവൻ കാലവും അനുഭവിക്കും. ചിലർ സൂര്യദശയുടെ അവസാന ഭാഗത്ത് ജനിക്കുന്നതിനാൽ അവർക്കത് കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ മാത്രമായിരിക്കും. അതുപോലെ തന്നെ ചന്ദ്രദശ, ചൊവ്വദശ, രാഹുദശ ഇവ ഏത് വയസ്സിൽ വരും എന്നതും ഓരോരുത്തർക്കും വ്യത്യാസപ്പെടും. അതുകൊണ്ട് ഈ വയസ്സിൽ തന്നെ ഇത് സംഭവിക്കും എന്ന് ഉറപ്പായും പറയാൻ കഴിയില്ല. എന്നാൽ ഒരു സ്ഥിരമായ രീതിയുണ്ട്. ആ രീതിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ജീവിതത്തിലെ സംഭവങ്ങൾ ഏത് ദശയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ കാർത്തിക നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യേണ്ടതില്ല. അവർക്കിത് കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്ന് ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ ദശകളിലൂടെ നിങ്ങളുടെ സമയത്ത് മുന്നോട്ടു പോകുകയാണ്. നിങ്ങളിപ്പോൾ പോരാട്ടങ്ങൾ നേരിടുന്ന ഒരു ദശയിലാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ തെറ്റായ വഴിയിലാണ് എന്നല്ല. അത് നിങ്ങളുടെ ജീവിതയാത്രയിലെ ഒരു ഘട്ടം മാത്രമാണ്. അതിനാൽ ഒരു കാര്യം മാത്രം ഓർക്കുക: നിങ്ങളുടെ സമയം വരും. അത് വൈകിയാലും ഉറപ്പായും വരും. നന്ദി.